നമസ്കാരം. ഉടൻ നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ഉറപ്പായും ചോദ്യം വരുന്ന ഒരു ചോദ്യ ഭാഗമാണ് ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ ഭാഗമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, നമുക്ക് കണ്ടന്റിലോട്ട് വരാം. എന്തുകൊണ്ടാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന് ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയധികം വാർത്താ പ്രാധാന്യം ഉണ്ടായത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷമാണ് നടന്നു വരുന്നത്. 2025 നവംബർ മുതൽ 2026 നവംബർ വരെയുള്ള കാലമെന്ന് പറയുന്നത് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ കാലമാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് 1971 പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, അതിനകത്ത് ഭേദഗതി ഉണ്ടായി. 1971 പാർലമെന്റ് പാസാക്കിയ നിയമം ഏതാണ്? ആ നിയമം ദേശീയ അനാദരവ് തടയൽ നിയമം. ദേശീയ അനാദരവ് തടയൽ നിയമം അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട്. ഏത് വർഷമാണ്? 1971. ഈ നിയമത്തിൽ ഇപ്പോൾ എന്താണ്, ചില മാറ്റങ്ങൾ വരുത്തി. അത് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ആ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വരണം. അപ്പോൾ അത് നേരിട്ട് അങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഇത്ര പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്, അല്ലെ? ബംഗാളുകാരനായിട്ടുള്ള സാഹിത്യകാരൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അല്ലെ? ബംഗാളിൻ്റെ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹമാണ് ഏത് രചിച്ചിരിക്കുന്നത്? വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം രചിച്ചിരിക്കുന്നത്. അത് ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത് ഒരു ബംഗാളി മാസികയിലാണ്. ബംഗദർശൻ എന്ന് പറയുന്ന ബംഗാളി മാസികയിലാണ് 1875 അത് ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത്. അന്ന് ആ ബംഗാളി മാസികയിൽ അതിൻ്റെ 2 ചരണങ്ങളാണ് ഉണ്ടായിരുന്നത്. മൊത്തം ചരണങ്ങളില്ല, 2 ചരണങ്ങളാണ് ആ ബംഗാളി മാസികയിൽ ആദ്യം അച്ചടിച്ച് വരുമ്പോൾ ഉള്ളത്. ഏതിൻ്റെ? വന്ദേ മാതരത്തിൻ്റെ, അല്ലെ? അപ്പോൾ ആ മാസിക ഏതാണ്? ബംഗദർശൻ. പിന്നീട് 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ നോവൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ആനന്ദമഠം, അല്ലെ? ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ഒരു ചരിത്ര പശ്ചാത്തലത്തിലുള്ളതാണ്. ബംഗാളിൽ നടന്നിട്ടുള്ള ഒരു കലാപമുണ്ട്, സന്യാസി കലാപം. ആ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. 1882 ഈ പറഞ്ഞ നോവലിൽ വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളും, വന്ദേ മാതരത്തിന് മൊത്തത്തിൽ എത്ര ചരണങ്ങളാണുള്ളത്? 6 ചരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്? ബംഗദർശൻ എന്ന് പറയുന്ന മാസികയിൽ 1875, അല്ലെ? അതേസമയം ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ, അതില് വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളുമുണ്ട്, അല്ലെ? ആനന്ദമഠം പ്രസിദ്ധീകരിക്കുന്നത് ഏത് കൊല്ലമാണ്? 1882. ഇനി അത് കഴിഞ്ഞിട്ട് അല്പം വിവാദമായിട്ടുള്ള കാര്യമാണ്, ആശയക്കുഴപ്പമുള്ള കാര്യമാണ്. എന്താണ്? വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഒരാശയക്കുഴപ്പം ഇപ്പോഴും ഉണ്ട്. ബംഗാളി ഭാഷയിൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ബംഗാളി ഭാഷയിൽ. പക്ഷേ വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതത്തിനകത്ത് ഒരുപാട് സംസ്കൃത പദങ്ങളുണ്ട്. ഒരുപാടല്ല, മിക്കവാറും എല്ലാ പദങ്ങളും സംസ്കൃത പദങ്ങളാണ്. പക്ഷേ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ബംഗാളി നോവലാണ്. അപ്പോൾ ബംഗാളി ലിപിയിൽ സംസ്കൃത പദങ്ങളാണ് ഏതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ വന്ദേ മാതരത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ പറയും ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് ചെന്നൈ ഹൈക്കോടതിയുടെ ഒരു വിധിയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പിക്കാം അത് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഏതാണ്? വന്ദേ മാതരം. ഇനി അത് കഴിഞ്ഞിട്ട് വന്ദേ മാതരം ബംഗാളി ഭാഷയിലാണെന്ന് പറഞ്ഞു. അതിനെ പിന്നീട് ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് എന്ന് ചോദിച്ചാൽ അത് അരവിന്ദ ഘോഷാണ്, അല്ലെ? ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുള്ള വന്ദേ മാതരത്തിന് ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരെ എന്ന് ചോദിച്ചാൽ അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ 1896 കൽക്കട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1896 കൽക്കട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കപ്പെടുന്നത്. അന്ന് അത് പാടിയതാരെന്നറിയാമോ? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അത് അന്ന് പാടിയത്. അപ്പൊ ആദ്യമായിട്ട് ഒരു പൊതു ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കപ്പെടുന്നത് 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അതന്ന് പാടിയത് ആരാണ്? ടാഗോറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വന്ദേ മാതരം. വന്ദേ മാതരം ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? അല്ലെ? ജനഗണമന അത് ശങ്കരാഭരണമാണ് എന്ന് നിങ്ങൾക്കറിയാം. ജനഗണമന എന്നുള്ള നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ്. അതേസമയം വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് എന്ന് ചോദിച്ചാൽ ദേശ് എന്ന് പറയുന്ന രാഗത്തിലാണ്. ഏത് രാഗം? ദേശ് എന്ന് പറയുന്ന രാഗം. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ആ സംഗീതജ്ഞൻ ആരാണ്? വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്ന സംഗീതജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ ജാദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന സംഗീതജ്ഞനാണ്. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ, അല്ലെ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടോ പഠിച്ചിട്ടോ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദേശീയ ഗാനം, ദേശീയ ഗീതം ഇവ അംഗീകരിക്കപ്പെട്ടത് എന്നാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെയും അതുപോലെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെയും അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം. 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ്, അല്ലെ? അപ്പോൾ ഇത് സംബന്ധിച്ച് അന്ന് നമ്മുടെ ഈ പറഞ്ഞ ആ സമയത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഈ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അതായത് ദേശീയ ഗാനം, ദേശീയ ഗീതം വേർതിരിച്ച് കാണണ്ട, രണ്ടിനും തുല്യ പ്രാധാന്യമാണ് എന്നാണ് ഇത് അംഗീകരിക്കുന്ന സമയത്ത് പറഞ്ഞത്. പക്ഷേ കാലം കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ 1971 മറ്റൊരു നിയമം വന്നു. ആ നിയമം വന്നപ്പോൾ ജനഗണമനയ്ക്ക് ലഭിക്കുന്ന എന്താണ് നിയമ പരിരക്ഷ ആർക്ക് ലഭിക്കാതെയായി? വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതത്തിന് ലഭിക്കാതെയായി. അപ്പോ ആദ്യം ആ സമയത്ത് തുല്യ പദവിയിലാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അതിനകത്തൊരു ചെറിയ മാറ്റം വന്നു. 1971 ദേശീയ അനാദരവ് തടയൽ നിയമം വരുന്നത്. 1971 ആ 1971 അനാദരവ് തടയൽ നിയമത്തിനകത്ത് പറയുന്നു, നമ്മുടെ ദേശീയ പതാകയെ അവഹേളിച്ചാൽ, നമ്മുടെ ഭരണഘടനയെ അവഹേളിച്ചാൽ, നമ്മുടെ ദേശീയ ഗാനത്തെ അവഹേളിച്ചാൽ അത് കുറ്റമാണ് എന്ന് പറയുന്നു. ഏതിനകത്ത്? ദേശീയ അനാദരവ് തടയൽ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ ആ പരിരക്ഷ, ആ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആർക്ക് ലഭിച്ചില്ല? വന്ദേ മാതരത്തിന് ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? ജനഗണമനയ്ക്ക് ഏത് തരത്തിലുള്ള നിയമപരിരക്ഷയാണ് ഇപ്പോൾ ലഭിക്കുന്നത്, അതേ പരിരക്ഷ ആർക്കും ലഭിക്കും? വന്ദേ മാതരത്തിനും ലഭിക്കും എന്നുള്ളതാണ് ഏതിൻ്റെ പ്രത്യേകത? ഈ നിയമ ഭേദഗതിയുടെ പ്രത്യേകത. അപ്പോ തുല്യ പദവിയല്ലേ? തുല്യ പദവിയായിരുന്നു. പിന്നീട് ജനഗണമനയ്ക്ക് എന്താണ് കൂടുതൽ പ്രാധാന്യം വന്നത്? അത് ആ പറഞ്ഞ നിയമത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നിയമപരിരക്ഷയാണ്. ആ
ആ നിയമപരിരക്ഷ ആർക്ക് ലഭിച്ചില്ല? ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന് ലഭിച്ചില്ല. പക്ഷെ ഇപ്പോ അത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുണ്ടായ ഗുണം. ശരി, അപ്പൊ അതിനകത്തോട്ട് വരാം. അപ്പൊ ആ പറഞ്ഞ ഭേദഗതി ഏതാണ്? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ആക്ട് 2026. അല്ലെ, പഴയ നിയമം എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. ഇതിപ്പോ എന്താണ്? അമെൻമെന്റ് ആക്ട്. അല്ലെ, അപ്പൊ ഈ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാല് 2026 ജൂലൈ 30-നാണ്. 2026 ജൂലൈ 30-നാണ് പാർലമെന്റ് പാസ്സാക്കിയത്. അതായത് 2026 ജൂലൈ 29-ന് രാജ്യസഭയും 2026 ജൂലൈ 30-ന് ലോക്സഭയും അത് പാസ്സാക്കി. അപ്പൊ നമ്മൾ പറയും പാർലമെന്റ് പാസ്സാക്കി. രണ്ട് സഭകളും പാസ്സാക്കിയത് എന്നാണ്? 2026 ജൂലൈ 30-നാണ്. അപ്പൊ പാർലമെന്റ് ഈ പറഞ്ഞ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2026 ജൂലൈ 30-നാണ്. ഇനി ഇതിനകത്ത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? അല്ലെ, ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് എന്ന് ചോദിച്ചാല് അത് 2026 ഓഗസ്റ്റ് 11-നാണ്. ചിലയിടത്ത് നിങ്ങൾ ഓഗസ്റ്റ് 6 എന്നും കാണും, ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ് 2026 ഓഗസ്റ്റ് 11-നാണ് ഇതിനകത്ത് ആര് ഒപ്പുവെച്ചിരിക്കുന്നത്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചിരിക്കുന്നത്. അല്ലെ, അപ്പൊ അത് പാർലമെന്റ് പാസ്സാക്കുന്ന 2026 ജൂലൈ 30-നാണ്. ആ പറഞ്ഞ ഭേദഗതി ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ച് അതൊരു നിയമമായിട്ട് മാറുന്നത്, ഭേദഗതി നിയമമായിട്ട് മാറുന്നത് 2026 ഓഗസ്റ്റ് 11-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. ആ നിയമത്തില് സെക്ഷൻ 2 പറയുന്ന കാര്യം എന്താണ്? ദേശീയ പതാക അതുപോലെ ഭരണഘടന എന്നിവയെ മാനിക്കണം, അതിനെ അവഹേളിക്കരുത്. എന്തൊക്കെയാണ്? ദേശീയ പതാക, ഭരണഘടന ഇവയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, അവഹേളിക്കരുത്. അവഹേളിക്കുന്നത് കുറ്റകരമാണ് എന്ന് സെക്ഷൻ 2 പറയുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 3 പറയുന്ന കാര്യം എന്താണ്? സെക്ഷൻ 3 പറയുന്നത് ദേശീയ ഗാനത്തെ ബഹുമാനിക്കണം, അവഹേളിക്കരുത് എന്നാണ്. ഏതെങ്കിലും വിധത്തിൽ ദേശീയ ഗാനം പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് കുറ്റകരമാണ് എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. ഇപ്പോ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഭേദഗതി എന്താണ്? നിയമപ്രകാരം ഇതിനകത്ത് ദേശീയ ഗാനം പാടുമ്പോൾ തടസ്സപ്പെടുത്തിയാൽ കുറ്റകരമാണ്, അല്ലെ? അതുപോലെ തന്നെ ദേശീയ ഗീതം പാടുമ്പോൾ തടസ്സപ്പെടുത്തുന്നതും കുറ്റകരമാണ് എന്ന വ്യവസ്ഥ വച്ചു. അപ്പൊ മുമ്പില്ലാത്ത ആ വ്യവസ്ഥ ഇപ്പോ ഈ പറഞ്ഞ സെക്ഷൻ 3-നകത്ത് ഉൾക്കൊള്ളിച്ചു. അതാണ് ആ ഭേദഗതി. അപ്പൊ നേരത്തെ അത് ദേശീയ ഗാനത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു, ഇപ്പൊ അത് ദേശീയ ഗീതത്തിന്റെ കാര്യത്തിൽ കൂടി ആയി എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയുന്നു. എന്താണ്? ദേശീയ ഗീതം പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ, നിങ്ങൾ പാടിയില്ലെങ്കിൽ എന്നുള്ളത് വേറെയാണ്. നിങ്ങൾ പാടിയില്ലെങ്കിൽ അതൊരു കുറ്റമാകുന്നില്ല. പക്ഷേ ദേശീയ ഗീതം പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ, ആ യോഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. അതിന് പുറമെ പിഴയും ലഭിക്കാം. 3 വർഷത്തെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കാം എന്നാണ് ഇപ്പോൾ പുതിയ ഭേദഗതി നിയമത്തിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് പറയുന്ന ശിക്ഷ. അത് ഏതിലാണ് പറയുന്നത്? സെക്ഷൻ 3-ലാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 3A വേറൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ആവർത്തിച്ചുള്ള കുറ്റം, അതായത് നിങ്ങൾ ഒരിക്കൽ തടസ്സപ്പെടുത്തി, അന്ന് ചിലപ്പോൾ കോടതി പിഴ അടച്ച് വിട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആവർത്തിച്ചുള്ള കുറ്റമാണ് ചെയ്യുന്നത്, വീണ്ടും അതുപോലെ ഒരു സംഗതി വീണ്ടും നിങ്ങൾ ചെയ്താൽ ആവർത്തിച്ചുള്ള കുറ്റത്തിന് ഏറ്റവും കുറഞ്ഞത് 1 വർഷം തടവ് ലഭിച്ചിരിക്കും. ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തെ തടവ് ലഭിച്ചിരിക്കും. അപ്പോൾ ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തെ കുറിച്ചാണ് സെക്ഷൻ 3A പറയുന്നത്, അല്ലെ? ദേശീയ അനാദരവ് തടയൽ നിയമം 1971 അതിന്റെ ഭേദഗതി നിയമത്തിൽ പറയുന്നത് ആവർത്തിച്ചുള്ള കുറ്റത്തിന് സെക്ഷൻ 3A പറയുന്നു 1 വർഷം ഉറപ്പായിട്ടും തടവ് കിട്ടും, പിഴയും കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോൾ പിഴ കിട്ടാം, കിട്ടാതിരിക്കാം, എന്നാലും 1 വർഷം തടവ് ഉറപ്പായിട്ടും ലഭിക്കും എന്നാണ് സെക്ഷൻ 3A പറയുന്നത്. അപ്പൊ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2026 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്.
അല്ലെ. 2026 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് നടന്നത്. അതിന്റെ ഭാഗമായിട്ട് ചെങ്കോട്ടയിൽ ഇത്തവണ എന്ത് പാടി? ദേശീയ ഗീതം ആലപിക്കപ്പെട്ടു. ചെങ്കോട്ടയിൽ ഇത്തവണ ദേശീയ ഗീതം ആലപിക്കപ്പെട്ടു. ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ദേശീയ ഗീതമായിട്ടുള്ള ഏത് വന്ദേ മാതരം ആലപിക്കപ്പെടുന്നത്. എവിടെ? ചെങ്കോട്ടയിൽ. അപ്പോ ചെങ്കോട്ടയിൽ ആദ്യമായി സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ട് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിക്കപ്പെട്ടത് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് എന്ന് ചോദിച്ചാൽ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിലാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം, ദേശീയ ഗാനം അല്ലെ, ദേശീയ ഗാനം പാടാൻ വേണ്ട സമയം എത്രയാണ്? ദേശീയ ഗാനം പാടാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ് അല്ലെ. പെട്ടെന്ന് പാടി തീർക്കണമെങ്കിൽ, അതിൻ്റെ ഹ്രസ്വരൂപം പാടണമെങ്കിൽ 20 സെക്കൻഡ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ദേശീയ ഗാനം പാടാനുള്ള ശരിയായിട്ടുള്ള സമയം എന്ന് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ പാടാൻ 52 സെക്കൻഡും ഹ്രസ്വരൂപത്തിൽ പാടാൻ 20 സെക്കൻഡുമാണ്. ഇവിടെ ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വന്ദേ മാതരം ആലപിക്കാനുള്ള സമയം. വന്ദേ മാതരം ആലപിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അത് 3 മിനിറ്റും 10 സെക്കൻഡുമാണ്. 3 മിനിറ്റും 10 സെക്കൻഡും. എന്തുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്? അത് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ പോരാ. ആ വന്ദേ മാതരത്തിൻ്റെ 6 ചരണങ്ങളും സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയാണ് എങ്കിൽ ആലപിക്കണം എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതിയിൽ പറയുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമായിട്ടും ആലപിക്കണം. അത് 6 ചരണങ്ങളും പാടണം. ആ പാടാനുള്ള സമയമാണ് 3 മിനിറ്റ് 10 സെക്കൻഡ്. ഇനി അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചില ചടങ്ങുകളിൽ വന്ദേ മാതരവും ജനഗണമനയും ആലപിക്കേണ്ടി വന്നാൽ ആദ്യം വന്ദേ മാതരം പാടണം എന്നുള്ളതാണ് വ്യവസ്ഥ. ജനഗണമനയും വന്ദേ മാതരവും പാടേണ്ട സാഹചര്യം ഉണ്ടായാൽ ആദ്യം ഏത് പാടണം? വന്ദേ മാതരം പാടണം. രണ്ടാമത് വേണം ജനഗണമന പാടേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഈ നിയമ ഭേദഗതി വഴിയുള്ളത്. ഇപ്പോഴത്തെ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ വെച്ചിട്ട് വന്ദേ മാതരം ആലപിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന കാലത്ത് പരീക്ഷകളിൽ ചോദിക്കാൻ കൊള്ളാവുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പെട്ടെന്നൊന്ന് നോക്കിയത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കണം. അതൊക്കെയാണ് ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന പ്രോത്സാഹനം ഞങ്ങൾക്കും വേണം. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.